പ്രിയമുള്ളവരെ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന നൂതന പാഠ്യപദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു പഠന പ്രക്രിയയാണ് ഫീൽഡ് വിസിറ്റ്. അപ്പോൾ ഈ വർഷത്തെ ഫീൽഡ് വിസിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തത് കേരള കാർഷിക സർവകലാശാലയിലേക്കാണ്. മണ്ണുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക സർവകലാശാലയുടെ പ്രധാന സ്ഥാപനമായ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, അതുപോലെ തന്നെ വെള്ളാനിക്കര ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഒരേ ഒരു ഫോറസ്ട്രി കോളേജ്, അതിനുശേഷം നമ്മുടെ പീച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 സ്ഥാപനങ്ങളിലാണ് നമ്മൾ പ്രധാനമായും വിസിറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ കോഴ്സുകൾക്ക് ശേഷം നീറ്റ് പരീക്ഷയിലൂടെ കുട്ടികൾ പഠിക്കുന്ന കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര എന്ന സ്ഥാപനവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണുത്തിയിൽ മൈക്രോ ഇറിഗേഷൻ കുട്ടികൾക്കായി നൂതന രീതിയിലുള്ള സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. മിസ്റ്റ് ഇറിഗേഷൻ, മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, അതുപോലെ ഫിൽട്ടറുകൾ, അവയുടെ പ്രവർത്തനം, പ്രാധാന്യമെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഓർഗാനിക് ഗ്രോവർ കുട്ടികൾക്കായിട്ട് വെജിറ്റബിൾ ഗ്രാഫ്റ്റിംഗ്, മറ്റുള്ള സസ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി നഴ്സറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. ഫോറസ്ട്രി കോളേജിൽ വിശദമായ സെഷൻസ് ഉണ്ടായിരുന്നു. കോളേജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. കൂടാതെ അവിടുത്തെ മ്യൂസിയം, പല ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര ക്യാമ്പസ് വിശദമായിട്ട് പരിശോധിക്കുകയും അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം KFRA പീച്ചിയിലെത്തുകയും ആ പീച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാധാന്യം, KFRAയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വിശദമായി കാണുകയും അവിടുത്തെ പ്രധാന ആക്ടിവിറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, അവയുടെ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് എൻറ്റമോളജി, അതിൻ്റെ മ്യൂസിയം കാണുകയും കുട്ടികൾക്ക് വളരെയധികം അത് ഉപകാരപ്പെടുകയും ചെയ്തു. ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത എല്ലാ അധ്യാപകർക്കും മറ്റ് സഹപ്രവർത്തകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഫീൽഡ് വിസിറ്റ് നല്ലൊരു എക്സ്പീരിയൻസായി എടുക്കുകയും ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നതിനുള്ള ഊർജ്ജം പകരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഈ പ്രാവശ്യത്തെ ഫീൽഡ് വിസിറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ യാത്രയുടെയും അതുപോലെ നമ്മുടെ ഈ വിസിറ്റിൻ്റെയും ചില നല്ല നിമിഷങ്ങൾ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സൗണ്ട് പോരാ ഒന്നുകൂടി.
എന്നാളും നമ്മളൊന്നായിടും. കരളിൽ നീയും വാനോളം പോന്നതാ, നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ. മേടവയിൽ കൊണ്ടേ ഞാൻ വാടും നേരത്ത് പൊന്നാനെ നിൻ മനസ്സ് എല്ലോളം തേൻ കൂറുമ്പ് നുള്ളാനായി നിന്നെ ദൂരത്ത് വീശുന്ന കോവൈ കാറ്റിലാടും നിൻ കൂന്തൽ എൻ മേലാകെ മൂടാമോ നീ പെണ്ണാളെ പെണ്ണാളെ ആരോ നീ
തൊടാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട്, അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂങ്കിരകൾ. തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. പാരിക്കുന്ന പോയിടാം, വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. Thank you.